This one came like that only, right? Yeah, the exhaust. No, I think it's they've already changed. This is not the original. Yeah? Yeah. Modified. Yeah, you can see here. It's modified. It's heavy, man. Heavy. A good bike. Yeah, it's a good bike. What is the mileage you're getting now in this? You checked? 35? Yeah. Ah! What a bike, what a sound, man. Be careful, yeah, when you drive, okay? Yeah. Okay, then. You do your link and come. We'll do your Okay. thing, okay? Take care, man. Bye. Bye. Drive safe. ഗായ്സ്, നിങ്ങളിപ്പോൾ കണ്ടില്ലേ, അതായിരുന്നു എൻ്റെ യങ്ങസ്റ്റ് ബ്രദറിൻലോ, പാമിൻ്റെ ഏറ്റവും ഇളയ ബ്രദർ. അവർ ടോട്ടൽ 3 ബ്രദേഴ്സും 4 സിസ്റ്റേഴ്സും അവർ. അപ്പോൾ ഗായ്സ്, വെൽക്കം ടു മൈ വ്ളോഗ്. ഇന്ന് ഞാൻ നമ്മളുടെ മോസ്റ്റ് ഫേമസ് ഡിയർ പാർക്കിൽ നടക്കാൻ വേണ്ടി വന്നിരിക്കുക. എൻ്റെ വീട്ടിൽ നിന്ന് വളരെ അടുത്താണ്. സോ ഐ വാസ് മിസ്സിങ് ദിസ് ബേസിക്കലി മൈ ഈവനിങ് വാക്സ്, മൈ മോർണിംഗ് വാക്സ്. മോർണിംഗ് വാക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റില്ല, കാരണം യാവിൻ്റെ സ്കൂളൊക്കെ കാരണം. So I come for my evening walks. ഞാൻ എൻ്റെ ഈവനിങ് വാക്ക് ശരിക്കും മിസ് ചെയ്തു. കാരണം നാട്ടിൽ നിന്നപ്പോൾ ഫുള്ള് മഴ കാരണം എനിക്ക് ഒരിക്കലും അധികം പോകാൻ പറ്റില്ല എൻ്റെ വാക്കിങ്ങിന്. മോർണിംഗ് ആയാലും ശരി, ഈവനിങ് ആയാലും ശരി. ഇവിടെ മോർണിംഗ് പറ്റാത്തതെന്ന് പറഞ്ഞാൽ രാവിലെ സ്കൂളിൽ പോകണമെങ്കിൽ എനിക്ക് മോർണിംഗിന് വാക്കിങ് പോകാൻ പറ്റില്ല. അപ്പോൾ അത് കാരണം പറ്റിയില്ല. അപ്പോൾ വൈകുന്നേരം ഞാൻ ചെയ്യാറുള്ളൂ ഇവിടെ ഡിയർ പാർക്കിൽ വന്നിട്ട്. പിന്നെ ബാംഗ്ലൂരിൽ അതെനിക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല, കാരണം നിങ്ങൾക്കറിയാലോ അവിടുത്തെ ട്രാഫിക്കും ഇതൊക്കെ കാരണം ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പോൾ അത് കാരണം അതും ചെയ്തില്ല. അപ്പോൾ ഒരു മാസം ബേസിക്കലി എൻ്റെ വാക്കിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് കുറഞ്ഞു പോയി. ഇന്നത് ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് ആ സെറീനിറ്റിയും പിന്നെ ആ ഒരു ആംബിയൻസും കിട്ടിയപ്പോൾ ഐ ഫീൽ ആക്ച്വലി മച്ച് റിലാക്സ്ഡ്. ഇത് കണ്ടോ ഗൈസ്, ഈ മരം ആക്ച്വലി ഒടിഞ്ഞ് വീണ് എനിക്കൊന്ന് കഴിഞ്ഞ കാറ്റിനെ കണ്ടു. കാരണം ഞാൻ ഇതിന് മുമ്പ് വന്നപ്പോൾ ഈ മരം ശരിയായിരുന്നു, നോക്കിയായിരുന്നു ഇതൊന്ന് കഴിഞ്ഞ മാസം. പക്ഷേ ഇത് ഒടിഞ്ഞ് വീണിട്ടും ഇതിൻ്റെ ഇത് കണ്ട, അതിൽ കൂടെ തന്നെ ചെടികൾ അതിൻ്റെ വളർന്നു കണ്ട. ഓഹ്, ലൈഫ് ഈസ് ട്രൂലി ഇൻക്രെഡിബിൾ അല്ലേ? കണ്ട, സോ ബ്യൂട്ടിഫുൾ. ലൈഫ് finds its own way. എനിക്ക് ഈ ഡിയർ പാർക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറയുക, ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടെ പല തരം മരങ്ങളും പിന്നെ ഫ്ലോറ ആൻഡ് ഫോന എന്ന് പറയില്ലേ, അതുമാതിരി ഉണ്ട്. എല്ലാത്തിൻ്റെയും അവർ ഡീറ്റെയിൽ ആയിട്ട് തന്നിട്ടുണ്ട്. ഇപ്പോൾ സ്പെഷ്യലി ഇത് ഈ മരം, ഈ മരത്തിൻ്റെ പേരാണ് സതാബിഷ കടമ്പ്, ആന്തോസിഫോളസ് കറാമ്പ. ഇതാണ് പൂർവശത ബെയിൻസ്, സാലിക്സ് ടെട്രാസ്പെർമ. ഇപ്പം നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് കണ്ട, എല്ലാ മരങ്ങളുടെയും അവർ ഇങ്ങനെ പേരും ഡീറ്റെയിൽസൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, വിച്ച് ഈസ് റിയലി ഗുഡ് ഫോർ കിഡ്സ് വെൻ ദേ കം. പക്ഷെ നമ്മുടെ പാരൻസ് ഒന്നും കൊണ്ടുവരാറില്ലല്ലോ. നമ്മുടെ കുട്ടികളെ വീട്ടിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അവനെ കൊണ്ടുവന്നപ്പോൾ ഇതൊക്കെ കാണിച്ചു കൊടുത്തു. ഐ ഡോണ്ട് നോ ഹൗ മച്ച് ഇൻട്രസ്റ്റഡ് ഹി വാസ്, ബട്ട് ഐ ഷോഡ് ഹിം ഓൾ ദീസ് തിങ്സ് ആൻഡ് ഇറ്റ്സ് റിയലി ഗുഡ് ടു ലേൺ അബൌട്ട് ഓൾ ദീസ് ലിവിങ് ബീയിങ്സ്. പിന്നെ ഡിയർ പാർക്കിൻ്റെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ ഇവിടുത്തെ ബേർഡ് വാച്ചേഴ്സിന്, ബേർഡ് ലവേഴ്സിന് വെച്ചാൽ ഇവിടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് പക്ഷികളെ കാണാം, ഡിഫറെൻറ്റ് ടൈപ്പ്. ഇപ്പോൾ ഞാൻ വരുന്ന സമയത്ത് തന്നെ ഇതിപ്പോൾ മൈനയാണിത്, പക്ഷേ ഞാൻ വരുന്ന സമയത്ത് തന്നെ ഇഷ്ടംപോലെ ഇങ്ങനത്തെ പുതിയ പക്ഷികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. കിങ് ഫിഷറിനെ വരെ നിങ്ങൾക്ക് കാണാം. ആ ഭാഗത്ത് ഫുള്ള് ജംഗൽ ഏരിയ ആണ് കേട്ടോ, ഫോറസ്റ്റ് ഏരിയയാണ്. അത് അവർ ആക്ച്വലി കവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അവിടെ വേറെ വൈൽഡ് ആനിമൽസൊക്കെ ഉണ്ട്. ഡിയർ പാർക്ക് എന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് ഡിയേഴ്സ് ഉണ്ട്, ഇവിടെ ഇഷ്ടംപോലെ ഡിയേഴ്സ് ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി എൻ്റെ പഴയ വ്ളോഗിൽ കാണിച്ചു തന്നാണിത്. പക്ഷേ ഞാൻ ആ ബാംഗ്ലൂരിലെ ലേക്ക് കാണിച്ചെന്നില്ലേ, അതുകൊണ്ട് ഇതിനെ നോക്കിയാൽ ഇവർ ശരിക്കും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ
ഇന്നലത്തെ എൻ്റെ വ്ളോഗ് ഇട്ടതിൽ എൻ്റെ റിയാക്ഷൻസ് എന്ന് വെച്ചാൽ ഞാൻ ചെയ്യണ ചില വ്ളോഗ്സ് ആൾക്കാർക്ക് കംപ്ലൈൻ്റ് ആയിട്ട് തോന്നിയെന്ന് പറഞ്ഞിട്ട് ഞാൻ അതിൻ്റെ ഒരു കൗണ്ടർ ആക്ഷനായിട്ട് ഞാനൊരു വ്ളോഗ് ഇന്നലെ ഇട്ടിരുന്നു. ആൻഡ് I would like to thank all my subscribers who supported me for that. And the subscribers actually they have supported me on that thing, and I really appreciate that the love you have shown me. Thank you so much. ഇതാണ് ഞാൻ പറഞ്ഞത് കണ്ട ഇവിടുന്ന് മുതലല്ല എല്ലാം ആക്ച്വലി ആ ഫുള്ള് ലൈൻ വരെ ഏതൊക്കെ മരങ്ങളുണ്ടോ ആ മരങ്ങളുടെ പേര് ഇവർ എഴുതി വെച്ചിട്ടുണ്ട്. ബേസിക്കലി കാർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് സ്റ്റോണിൽ. അപ്പോൾ നമ്മൾ ഫുട് നോട്ടോ ഫുട് സ്റ്റോൺ നമുക്ക് പറയാം ഇത്. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾക്ക് ഇറ്റ്സ് ആക്ച്വലി IQ. നമ്മൾ IQ കൂടുന്നത് നല്ലതാണല്ലോ. ഈ ചെടിയുടെ പേരെന്താണ്? ചിത്ര. അപ്പോൾ എൻ്റെ വ്ളോഗിൽ ആരെങ്കിലും ചിത്ര എന്ന് പേരുള്ളതെന്ന് വെച്ചാൽ ഇതാണ് നിങ്ങളുടെ പേരിലുള്ള ഒരു ചെടി. പിന്നെ നമ്മൾക്ക് രേവതിനെ കിട്ടി. രേവതി ഇവിടെ ഉണ്ട്. രേവതി മഹുവ. ഇതാണ് രേവതി ചെടി. പിന്നെ കൃത്തിക ചെടിയല്ല, ഇത് മരം. നല്ലൊരു വലിയ മരമാണിത്. ഗൈസ് ഒരു ഭരണിച്ചെടി. ഇത് നമ്മുടെ നാട്ടിലുണ്ടെന്ന് തോന്നുന്നു ഈ ഭരണിച്ചെടി. നമ്മുടെ നാട്ടിൽ തൊട്ടവാടി എന്ന് ചിലപ്പോൾ പറയും, പക്ഷേ ഇത് തൊട്ടവാടി അല്ലാന്ന് തോന്നുന്നു. തൊട്ട് നോക്കട്ടെ. അല്ല, തൊട്ടവാടി അല്ല. ഇത് അശ്വിനി. ഇതാണ് അശ്വിനി ചെടി. ജ്യേഷ്ഠ, സേവ്ര. ഇത് രസമുണ്ടല്ലേ കാണാൻ. ഹസ്ത, ചമേലി. ഇത് നല്ല മണമുള്ള പൂവ് ഇതിൽ വരാറുണ്ട്. ചമേലിയുടെ മണമെന്ന് നമുക്ക് പണ്ടേ രാത്രിയാണ് ഇത് ബേസിക്കലി ഇതിൻ്റെ പൂവ് വിടരുന്നത്. അതുകൊണ്ട് ഡൽഹിയിൽ നല്ലൊരു മണം ഉണ്ടാവും രാത്രി നമ്മൾ ഇത് എന്താ റോഡിൽ കൂടെ നടക്കുമ്പോൾ. സോ ദിസ് ഈസ് ദി എക്സാമ്പിൾ വിച്ച് ഐ വാണ്ടഡ് ടു ഷോ യു. ഇപ്പോൾ ഡൽഹിയിൽ ഞാൻ ഡൽഹിയിൽ നിന്നെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഡൽഹീനെ അത്രയും പുകഴ്ത്തി പറയില്ല. ദർ ആർ പ്ലേസസ് വിച്ച് ഹാസ് ടു ബി ടേക്കൺ കെയർ ഓഫ്. പക്ഷേ ദർ ആർ സം പ്ലേസസ് വിച്ച് ഈസ് റിയലി ലൈക്ക് ബീൻ ടേക്കൺ കെയർ ഓഫ് വെരി നൈസ്ലി. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഡിയർ പാർക്ക്. ഞാൻ എത്രയോ കൊല്ലമായിട്ട് പറഞ്ഞാണ്. അതെന്താ കാരണം? ബിക്കോസ് ഇവിടുത്തെ മാനേജ്മെൻറ്റ് നല്ലതാണ്. നമ്മുടെ മനസ്സ് നന്നാവണം. ബേസിക്കലി പബ്ലിക് പ്രോപ്പർട്ടി ആയാലും ശരി, ആരായാലും ശരി, നമ്മൾക്ക് ആ പൈസ കിട്ടേണ്ട ജോലി ചെയ്യണതിൻ്റെ ആ കൂറ് നമ്മൾ കാണിച്ചു കൊടുക്കണം. അതിപ്പോൾ ഗവൺമെൻറ് ജോലിയായാലും ശരി, പ്രൈവറ്റ് ജോലിയായാലും ശരി. പക്ഷേ സംഭവിക്കുന്നത് എന്താണ്? നമ്മളുടെ ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ജോലിയാകുമ്പോൾ അവർ ടേക്ക് കെയർ ഇല്ല. ആ ഒരു മെൻറ്റാലിറ്റിന് മോസ്റ്റ് ഓഫ് ദി ഗവൺമെൻറ് ഓഫീസേഴ്സിന് നമ്മുടെ നാട്ടിൽ ഉള്ളത്. നാട്ടിൽ പറഞ്ഞാൽ ഇന്ത്യയിലുള്ളത്. അപ്പോൾ അത് കാരണമാണ് നമ്മൾക്ക് ഈ ഫെസിലിറ്റീസും ഇതൊക്കെ നമുക്ക് കിട്ടുന്നത്. ഇവൻ ചിലപ്പോൾ സർക്കാർ ചെയ്യണ്ടാവും, പക്ഷേ അത് ഇവന്മാരാകണ്ട. അത് ശരിക്കും നമ്മൾക്കത് ഇതാക്കി തരുന്നില്ല. They are not doing their work properly, and that is when we get angry. We show our anger towards the government, towards other people. പലതും നമ്മളുടെ ഓഫ് കോഴ്സ് നമ്മുടെ ആൾക്കാരുണ്ട്, സിവിക് സെൻസും അതൊന്നും ഇല്ലാത്ത ആൾക്കാരുണ്ട്. അവർ കച്ചറാക്കി കളയണതും അവരെയും പറയണം. So it all goes, I think, hand in hand. We have to all work together and keep up with the things. ഇത് കണ്ടില്ലേ? It's so well maintained. Anytime you come to Deer Park, you'll always find it like this. കണ്ട ഇതൊക്കെ കഴിഞ്ഞ കൊടുങ്കാറ്റിൽ പൊട്ടിയതാ. കുറേ മരങ്ങളിലൂടെ പൊട്ടിയിട്ടുണ്ട് കൊടുങ്കാറ്റ് വന്നപ്പോൾ. Do you know walking in the nature brings your stress level completely down? നമ്മൾ ഈ ട്രാഫിക്കിൻ്റെ ഒച്ചയും ബഹളവും ഇതൊക്കെ വിട്ടിട്ട് ഇങ്ങനെ ഈ ഫോറസ്റ്റ് ഏരിയയിൽ വന്നിട്ട് എന്ന് വെച്ചാൽ കണ്ട ഒച്ചകളൊക്കെ കേട്ട് പക്ഷികളുടെയും ഇവരൊക്കെ ഒച്ചകൾ കേട്ട് നമ്മളിങ്ങനെ നടക്കുമ്പോഴുണ്ടല്ലോ, ഇത് ആക്ച്വലി നമ്മളുടെ സ്ട്രെസ്സ് ഭയങ്കരമായിട്ട് കുറയ്ക്കും. ഇത് എനിക്ക് ദുബായിൽ കിട്ടിയിട്ടില്ല. ഞാൻ ദുബായിൽ നടക്കാൻ പോയിരുന്നപ്പോഴും ഐ നെവർ ഫൗണ്ട് ദിസ്, ഈവൻ ദോ ദേ ഹാവ് ബിൽഡ് പാർക്സ് ആൻഡ് എവറിത്തിങ്, ബട്ട് ആ ഒരു സുഖം അവിടെ കിട്ടിയിട്ടില്ല. ബട്ട് ഹിയർ there are places in India like this which is so natural. ഇതൊക്കെ ആക്ച്വലി സത്യം പറഞ്ഞാൽ ഫോറസ്റ്റാണ്. പണ്ട് ഡൽഹി എന്ന് പറഞ്ഞാൽ ഡൽഹി ഈസ് ആക്ച്വലി കംപ്ലീറ്റ്ലി എ ഫോറസ്റ്റ്. ആ ഫോറസ്റ്റിനെ അവർ വെട്ടിപ്പിടിച്ചിട്ടൊക്കെയാണ് അവരിങ്ങനെ ഉണ്ടാക്കിയത്. ബട്ട് മോസ്റ്റ് ഓഫ് ദി ടൈം ഡൽഹിയിൽ അത് അവർ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ഡൽഹിയുടെ ഫോറസ്റ്റ് ഏരിയാസ് കൂടുതലും അവർ അരവല്ലി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് അവർ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുള്ള ഏരിയാസാണുള്ളത്.
സോ ദാറ്റ് ഈസ് വൺ റീസൺ വൈ ഐ ലൈക്ക് ഡൽഹി. ബിക്കോസ് നമ്മൾക്കൊരു എസ്കേപ്പേഡ് വേണമെന്ന് വെച്ചാൽ വി ക്യാൻ ഓൾവേസ് ജസ്റ്റ് ഗോ ആൻഡ് ഹാവ് എ നൈസ് റിലാക്സിങ് ടൈം. ഇത് കണ്ട ഈ ഹട്ട് ഉണ്ടാക്കിയിരിക്കണേ എന്ത് രസമല്ലേ. ഇവിടെ ഒന്ന് ഫ്രണ്ട്സിൻ്റെ ഒപ്പം വന്നിരുന്ന് നമുക്ക് നല്ലോണം സംസാരിക്കാം. അവിടെ ആൾക്കാർ പാവങ്ങൾ കിടന്നുറങ്ങണം. ഇവിടുത്തെ വർക്കേഴ്സാണെന്ന് തോന്നുന്നു. ഇവിടെ പണ്ട് ഈ ഫൗണ്ടൻ ഉണ്ടായിരുന്നു. ഇത് അടിപൊളി ഫൗണ്ടനാട്ടോ. ഇത് നല്ല രസം. ഇത് വെള്ളം ഉണ്ടെന്ന് വെച്ചാൽ നല്ല രസമാണ്. പക്ഷേ ഇതിപ്പോൾ എന്താണെന്ന് അറിഞ്ഞു ഇത് വർക്കില്ല. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ മാസം വന്നപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വൈ. പിന്നെ അതെ ഹാപ്പി കുറേ തെണ്ടികളുണ്ട് ഇങ്ങനത്തെ നമ്മുടെ പബ്ലിക് പ്രോപ്പർട്ടി, സ്വന്തം പ്രോപ്പർട്ടി എന്ന് വിചാരിക്കാണ്ട് അമ്മായപ്പൻ്റെ വകയെന്ന് വിചാരിച്ചിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് വാൾ ആർട്ട്. ദേ ആർ ഷോയിങ് ദർ ആർട്ട് ഇൻ പബ്ലിക് പ്രോപ്പർട്ടി. കണ്ടില്ലേ ഇവിടെയുണ്ട് ആൾക്കാർ ഇങ്ങനത്തെ. ഇവരൊക്കെ ആക്ച്വലി ഇഫ് യു സീ ദം യു ഷുഡ് ആക്ച്വലി ഫൈൻഡ് ദം. ഇവിടുത്തെ ലോ കുറച്ചും കൂടി ഒന്ന് സ്ട്രിക്റ്റ് ആക്കി കഴിഞ്ഞാൽ ഇതൊക്കെ ശരിയാവും. പക്ഷെ നമ്മളുടെ പൊളിറ്റീഷ്യൻസ് വരെ അതിനുള്ള സമയമില്ല അവർക്ക്. അവരെന്നെ ശരിയല്ല, പിന്നെയാണ് നമ്മൾ ഇങ്ങനത്തെ ആൾക്കാരെ ശരിയാക്കാൻ പോകുന്നത്. വാട്ട് ക്യാൻ വി സേ. ഇവിടെ എന്തോരം ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് മരങ്ങളുണ്ടെന്നറിയോ. ഈ ഡിയർ പാർക്ക് ഉണ്ടല്ലോ എന്ന് വെച്ചാൽ ഈ സൈഡിലുള്ളത്, നമ്മളുടെ സഫ്ദർജംഗ് എൻക്ലേവ് സൈഡിലുള്ളത്, ഇത് അതിനാലും വലുതാട്ടോ. ഇത് തന്നെ 60 acres ഓഫ് ലാൻഡിലാണ് ഇത് കിടക്കണത്. 60 acres എന്ന് പറഞ്ഞാൽ എത്രയായില്ലേ. എന്ത് രസാല മേഘങ്ങൾ കാണാൻ. Just listen to the nature's sound and imagine you being here. തത്തടച്ചത്. ഇവിടെ ആൾക്കാരുടെ കോൺട്രിബ്യൂഷൻസ് ഉണ്ടോ. ഐ ലൈക്ക് ഓൾ ദീസ് തിങ്സ് വെൻ പീപ്പിൾ ഡു സംതിങ് ലൈക്ക് ദിസ്. പക്ഷേ അതിൻ്റെ ഇടയിൽ ആൾക്കാർ ചെന്നിട്ട് ഇതേ ഒരു ഹെഡ്ഫോൺ ഇട്ടിരിക്കുന്നു, പിന്നെ പ്ലാസ്റ്റിക് കവർ ഇട്ടിരിക്കുന്നു. ഇത് കിളികൾക്കൊക്കെ പിന്നെ അണ്ണാമാർക്കൊക്കെ ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ ഒരു പോട്ട് വീട്ടിൽ നിന്ന് വന്നിട്ട് വെള്ളം നിറച്ച് വെച്ചിരിക്കുക അവർക്ക് കുടിക്കാൻ വേണ്ടിയിട്ട്. അണ്ണാമാർക്കും കിളികൾക്കൊക്കെ നല്ലൊരു കാര്യമല്ലേ. ഇറ്റ്സ് എ ഗുഡ് ജെസ്ചർ. അപ്പം നമ്മളിങ്ങനത്തെ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതങ്ങോട്ട് എടുത്ത് കളയാം. കണ്ട ഇവിടെ ഭക്ഷണം കഴിച്ചിട്ട് ഇങ്ങനെ ഇട്ടിരിക്കുന്നവർ. ഒരു ചൊല്ലുണ്ട്, ഇഫ് യു ആർ എ നേച്ചർ ലവർ വൺ ആക്ഷൻ ആക്ച്വലി മേക്സ് എ ലോട്ട് ഓഫ് ഡിഫറൻസ്. അപ്പോൾ നമ്മൾ അതനുസരിച്ചിട്ട് നമ്മളുടെ നേച്ചറിനെ നമ്മൾ ഭയങ്കരമായിട്ട് ടേക്ക് കെയർ ചെയ്യണം. ഗോൾഡൻ റിട്രീവർ ഇഷ്ടമുള്ള പട്ടിയത്. ഇപ്പോൾ ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് യു ആർ എ നേച്ചറിൽ എവിടെ നിന്ന് പറഞ്ഞാൽ ആർക്കും നേച്ചർ ഇഷ്ടമില്ലാത്ത, പക്ഷെ എന്നാലുണ്ട് ചില ആൾക്കാർ മറ്റുള്ളവർ നല്ലോണം അങ്ങോട്ട് സെറ്റപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ദേ വിൽ കം ആൻഡ് എൻജോയ് ആൻഡ് ദേ വിൽ സ്പോയിൽ ദ പ്ലേസ്. ദേ ഡോണ്ട് കെയർ. ഇപ്പോൾ ഞാൻ ഇവിടെ ഇരിക്കുന്ന ഈ സ്ഥലത്ത് തന്നെ ഇവിടെ വന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അവരങ്ങനെ തന്നെ അങ്ങോട്ട് ഇട്ടിട്ട് കച്ചറാക്കി പോയിട്ടുണ്ട്. ആൻഡ് ഹിയർ ഐ തിങ്ക് ദീസ് പീപ്പിൾ ഓവർ ഹിയർ ഇവിടെ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും അത്രയും സ്റ്റാഫുണ്ട് ഇവിടെ, ഞാൻ കണ്ടിട്ടുണ്ട്. അവർ ക്ലീനിങ് ചെയ്യാറുണ്ട്. But you don't have to do all this stuffs what we see around, and I don't really understand how can people do this. Seriously, such a beautiful place. You eat your thing. തൊട്ടപ്പുറത്ത് അവിടെ ട്രാഷ് ക്യാൻ്റെ ഇതുണ്ട്, അപ്പുറത്തുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ എല്ലാ 500 മീറ്റേഴ്സിൽ നിങ്ങൾക്കൊരു ട്രാഷ് ക്യാൻ്റെ ഇത് കിട്ടും ഡിയർ പാർക്കിൽ, വിച്ച് ഈസ് എ വെരി ഗുഡ് തിങ്. അതുകൊണ്ടാണ് ഇവിടെ കച്ചറ വളരെ കുറഞ്ഞിരിക്കുന്നത്. ആൾക്കാർ ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. പണ്ടത്തെ ഇതനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ യെസ് വി ഹാവ് ഇംപ്രൂവ്ഡ് എ ലോട്ട്. ഞാൻ അതും തെറ്റ് പറഞ്ഞില്ല. വി പീപ്പിൾ ഹാവ് ഇംപ്രൂവ്ഡ് എ ലോട്ട്. കുറേ ആൾക്കാർ ഇപ്പോൾ ദേ ഹാവ് ചേഞ്ച് ദെയർ തിങ്കിങ്. കാരണം സോഷ്യൽ അവയർനെസ് വന്നു തുടങ്ങിയിട്ട് ആൾക്കാർക്ക്. മൈനകൾ തല്ലുപിടിക്കാൻ തോന്നുന്നു. ബ്യൂട്ടിഫുൾ റൈറ്റ്. സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ആരെങ്കിലും ഇങ്ങനെ ചെയ്യണത് കണ്ടു കഴിഞ്ഞാൽ ഐ ആക്ച്വലി ഗോ ആൻഡ് സ്റ്റോപ്പ് ദം. ഐ ആസ്ക് ദം ടു ടേക്ക് ഇറ്റ് ആൻഡ് ത്രോ ഇറ്റ് ഇൻ ദ ക്ലോസ് ഓർ നിയർ ബൈ ഡസ്റ്റ്ബിൻ ഓർ കീപ്പ് ഇറ്റ് വിത്ത് യു, ഓർ കീപ്പ് ഇറ്റ് ഇൻ എ പ്ലാസ്റ്റിക് വിത്ത് യു, ആൻഡ് വെനെവർ യു ഫൈൻഡ് എ ഡസ്റ്റ്ബിൻ ത്രോ ഇറ്റ് ഇൻ എ ഡസ്റ്റ്ബിൻ. അപ്പോൾ ഐ ഹാവ് ഡൺ. 2-3 ആൾക്കാരെയാണെങ്കിൽ പറഞ്ഞിട്ട് ഒരാൾ ഭയങ്കരമായിട്ട് റിയാക്റ്റൊക്കെ ചെയ്യാൻ വന്നു. ബട്ട് ഐ ഡിഡ്ന്റ് കെയർ. ഐ സെഡ് സി ദിസ് ഈസ് യുവർ പ്ലേസ്. നമ്മൾ നല്ലോണം പറഞ്ഞാലേ അവർ കേൾക്കില്ല എന്നല്ല. ചിലപ്പോൾ തിരിച്ച് 2 അടി കിട്ടിയെന്നിരിക്കും, കുഴപ്പമില്ല. എന്നാലും ഞാൻ എൻ്റെ ഭാഗം ഞാൻ ചെയ്യുന്നുണ്ട്. അവൻ്റെ മക്കൾ വലുതാവുമ്പോൾ അവനക്ക് മനസ്സിലാവും വിവരം. ഇത് കണ്ട കുട്ടികൾ അവർക്ക് കളിക്കാൻ പറ്റിയ സ്ഥലമാണ്. നല്ല ഏരിയ, ക്ലീൻ ആയിട്ടിരിക്കണം. അപ്പോൾ നമ്മളുടെ ഫ്യൂച്ചറിലുള്ള നമ്മളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കേണ്ട ഒരു സ്ഥലമാണ്. ശരിക്കും ക്ലീനായിട്ട് വെക്കേണ്ട ഒരു സ്ഥലമാണ്.
we should not think about now. We should think about tomorrow for the future of our kids. Alle, see that lush greenery. The way they have maintained it and kept it. So, what do you think? Should I compare, Bangalore parks with Delhi parks? ബാംഗ്ലൂരിൽ ഞാൻ കേട്ടിട്ടുണ്ട് ഗിബൺ പാർക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലമുണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഞാനവിടെ പോയിട്ടില്ല. ബട്ട് ഐ തിങ്ക് ഇറ്റ്സ് എ നൈസ് പ്ലേസ്. I wish I could have had more time and I would have visited that, but it's okay. See, this road is so beautiful and really maintained. ഇത് ആക്ച്വലി കഴിഞ്ഞിട്ടില്ല. എൻ്റെ പഴയ വ്ളോഗിൽ ഞാൻ ഫുള്ള് ഇത് കവർ ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചിട്ടുമുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ ബേസിക്കലി നടക്കാറിങ്ങാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കുറച്ചൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് വേണമെന്ന് വെച്ചാൽ നമ്മൾക്ക് ചെയ്യാം, ഇല്ലയെന്നല്ല. സോ മൈ പോയിന്റ് ഹിയർ ഈസ് ദാറ്റ് ഇപ്പോൾ ഈ ഒരു പാർക്കിനെ നമ്മൾക്ക് ഇത്രയും ക്ലീനായിട്ട് വെക്കാമെന്നു വെച്ചാൽ വൈ കാണ്ട് വി ടേക്ക് കെയർ ഓഫ് ദി ഹോൾ ഓഫ് ഇന്ത്യ? യു ഗെറ്റ് മീ? ഇവിടെയും ആ സെയിം ആൾക്കാരല്ലേ ഉള്ളത്. പക്ഷെ നമ്മൾക്ക് അതെന്തുകൊണ്ട് ചെയ്യാൻ പറ്റണില്ല? ഇത് കണ്ടില്ലേ, ഞാൻ പറഞ്ഞുതരാം റീസൺ എന്താന്ന്. ട്രൂ ലീഡർഷിപ്പ്, പ്രോപ്പർ ലീഡർഷിപ്പ്. ഇവിടുത്തെ മെയിൻ ആളുണ്ടല്ലോ, ഇത് ടേക്ക് കെയർ ആണ് ആൾ. ബിക്കോസ് ഐ ഹാവ് സ്പോക്കൺ ടു ഹിം ഓൾസോ ആൻഡ് ദാറ്റ് ഗൈ ഇസ് വെരി സ്ട്രിക്റ്റ് ആൻഡ് ഹി ഡസ് റൂട്ടീൻ ചെക്ക്, ഹി ഡസ് റൂട്ടീൻ ഇൻസ്പെക്ഷൻ. സോ ദീസ് പീപ്പിൾ ഓവർ ഹിയർ, ദീസ് വർക്കേഴ്സ് ആർ റിയലി സ്കെയർഡ് ഓഫ് ഹിം. അപ്പോൾ പേടി കൊണ്ടാണ് അവർ ഇത് ക്ലീനിങ്ങും അത്രയും ക്ലീനായിട്ട് വെക്കുന്നത്. കാരണം എന്താ, നല്ലൊരു പ്രോപ്പർ ട്രൂ ലീഡർ ഉള്ളതുകൊണ്ട്. ദാറ്റ് ഈസ് വാട്ട് വി നീഡ്. നമ്മുടെ ഇന്ത്യനെ ഭരിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രൈം മിനിസ്റ്റർ ഉണ്ട്, ഒരു പ്രസിഡൻ്റ് ഉണ്ട്, പിന്നെ അവരുടെ അടിയിൽ കുറേ മിനിസ്റ്റേഴ്സ് ഉണ്ട്, പിന്നെ ആ മിനിസ്റ്റേഴ്സിൻ്റെ അടിയിൽ കുറേ MLA-മാരുണ്ട്, മറ്റവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ നമ്മൾ ജോലി കൊടുത്തിട്ടുണ്ട് ബേസിക്കലി. അവരുടെ ഏരിയ അതിനെപ്പറ്റി നോക്കുക, അല്ലെങ്കിൽ ഒരു ട്രാൻസ്പോർട്ടേഷൻ ഡിവിഷൻ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ഡിവിഷൻ, അങ്ങനെ പലതുമായിട്ട് എല്ലാവർക്കും ആ റെസ്പോൺസിബിലിറ്റീസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ ഒരാൾ, മുകളിൽ ഇരിക്കുന്ന ഒരാൾ ഈ ഒരു ഡിയർ പാർക്ക് ഇത്രയും നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ആ എല്ലാ മിനിസ്റ്റേഴ്സിനും അതുമാതിരി തന്നെ അവർക്കൊക്കെ ലൊക്കാലിറ്റി കൊടുത്തത് അവർക്കും ചെയ്യാൻ പറ്റാണ്ടല്ല അല്ലേ? അതും ഡിവിഷണലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞു പറഞ്ഞത് ഇപ്പോൾ ഈ സഫ്ദർജംഗ് ഏരിയയിൽ തന്നെ, സൗത്ത് ഡൽഹി സഫ്ദർജംഗ് ഏരിയയിൽ ഒരു MLA ഉണ്ടാവും, അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടാവും, മനസ്സിലായല്ലേ? അപ്പോൾ അതുമാതിരി തന്നെ. ബട്ട് ഡു ദേ കെയർ? ദാറ്റ് ഈസ് ദ പ്രോബ്ലം. ആ പ്രോപ്പർ ലീഡർഷിപ്പ് നമ്മൾക്കില്ല. അത് മനസ്സുകൊണ്ട് വരണം. ചിലവർക്കുണ്ട്, ഇല്ലയെന്നല്ല, പക്ഷേ വെരി ഫ്യൂ, നോട്ട് എവ്രി വൺ. ഇത് കണ്ടോ, ഇതൊക്കെ നല്ലോണം മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ എവിടെയൊക്കെ പൊട്ടിയിട്ടുണ്ടോ അത് അവർ റീപ്ലേസും ചെയ്തിട്ടുണ്ട് അയാൾ, എന്നുവെച്ചാൽ ഓഫ് കോഴ്സ് ദ മെയിൻ ഗായ്. പിന്നെ ഇതേ കുട്ടികളുടെ അവിടെ കളിക്കാനുള്ള ഇതുകൊണ്ട് അത് ഇതേ റീപെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. എന്ത് രസമാണെന്ന് നോക്കിയാൽ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അതിൻ്റെ പെയിൻറ്റൊക്കെ പോയി കിടക്കായിരുന്നു. ഐ തിങ്ക് ഇറ്റ്സ് ന്യൂ ഓർ മേ ബി റീപെയിൻറ്റഡ് ഓർ മേ ബി അവരെല്ലാതും മെയിൻറ്റെയിൻഡ്. വൈ? ബിക്കോസ് ഓഫ് വൺ പേഴ്സൺ who basically want his people, whoever is coming to his park, to enjoy. ഇതൊക്കെ കണ്ട ബ്യൂട്ടിഫുള്ളി മെയിൻറ്റെയിൻഡ്. ഒരു ഊഞ്ഞാലിൽ കീ എന്നുള്ള ഒച്ച വരണ്ട കേട്ടാ നിങ്ങൾ. ഒരു ഊഞ്ഞാലിൽ കീ എന്നുള്ള ഒച്ചയില്ല, കാരണം റസ്റ്റ് പോലും ഇല്ല. ഇത്രയും മഴ പെയ്തിട്ടും അതൊക്കെ ശരിക്കും ഗ്രീസ്ഡാണ്, ശരിക്കും ഓയിൽഡാണ്. ഇത് പുതിയതൊന്നുമല്ല കേട്ടോ, ഇത് അവർ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നു. എക്സാമ്പിൾ ഇത് കാണിച്ചത്. ഇപ്പോൾ ഇതെനിക്കൊന്ന് ഇത് പിന്നെയും അവർ ചെയ്യുന്നു ഒന്ന്. ഇത് കണ്ടില്ല, ഇതിൽ പെയിൻറ്റ് ചെയ്യാൻ ബാക്കിയുണ്ടെന്ന് ഒന്ന്. സോ മേ ബി നെക്സ്റ്റ് ടൈം നമ്മൾ വരുമ്പോൾ ഇതും പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ പെയിൻറ്റ് ചെയ്തു അവർ, ഫുള്ള് അത് റീഫർബിഷ് ചെയ്തിട്ട് ഓയിലിംഗ് ഒക്കെ ചെയ്തു. ഗുഡ് ജോബ് സർ, whoever is maintaining this deer park, very good job. Hats off to you. See, the difference is if I can notice, others can also notice, അല്ലേ? നല്ല കാര്യങ്ങളും നമ്മൾക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റും, അതുമാതിരി തന്നെ ചീത്ത കാര്യങ്ങളും നമ്മൾക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റും. So today, I just wanted to give you a positive note to my people who think that I'm complaining. This is not a complaint. This is an appreciation what I'm doing right now for a good job done. ഓ മക്കളെ, ഞാൻ ഒരു 5 കിലോമീറ്റർ നടന്നു. കുറേ നാൾ കഴിഞ്ഞിട്ട് നടന്നുകൊണ്ട് ചായ കുടിക്കാമെന്ന് വിചാരിച്ച്. ഒരു വെള്ളവും ഒരു ചായയും. സോ ഗൈസ്, ഞാൻ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ശരിയെന്ന് വെച്ചാൽ പ്ലീസ് ഡു ലെറ്റ് മീ നോ ഇൻ ദി കമൻറ്റ് ബോക്സ്. വാട്ട് ഡു യു തിങ്ക്? So isn't this a good thing, whoever it is who is taking care of this park, if he can do this job
properly and correctly, why can't others? Alle? Why can't our ministers? Why can't our MLAs? Why can't our Prime Minister and why can't our President? So let me know in the comment box. Today what I showed is a positive thing. When a normal person can do this, why can't anybody else? So guys, hopefully you like this vlog. ഇന്നത്തേക്ക് ഇത്രയും മാത്രം. എനിക്ക് ഇനി വീട്ടിൽ നിന്നിട്ട് കുളിക്കണം. കുളിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്കറിയാലോ, രാവിലെ മുതൽ ഇപ്പോൾ എനിക്ക് സമയം കിട്ടാറില്ല വ്ളോഗ് ചെയ്യാൻ. കാരണം യാവിൻ്റെ പണി കഴിഞ്ഞിട്ട് പിന്നെ തുണി കഴുകലും ഭക്ഷണം ഉണ്ടാക്കലും അങ്ങനെ പലതും. പിന്നെ എപ്പോഴും ഭക്ഷണം ഉണ്ടാക്കുന്ന വ്ളോഗ് ഇട്ട് കഴിഞ്ഞാലും ബോറിങ്ങാണ്. So I thought I'll give you this vlog today. And hopefully you like this vlog. And if you're new, please consider subscribing, like and comment it. അപ്പോൾ കാണാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. Bye.